ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു മത്തങ്ങ അരിശ്ശേരിയും അതുപോലെ ഒരു തോരനും പിന്നെ ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഊൺ തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മത്തങ്ങ അരിശ്ശേരിക്ക് മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൻപയർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴക്കൂമ്പും ചെറുപയറും ചേർത്ത് തോരൻ വെക്കാനാണ്. പിന്നെ പീച്ചിങ്ങയും ചെമ്മീനും മെഴുക്കുരട്ടിയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രീസറിൽ ഇരുന്നത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മത്തങ്ങയും പയറും വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ പയർ കഴുകി വെള്ളത്തിലിട്ടിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ കുക്കറിലേക്ക് മാറ്റാം. മത്തങ്ങയും കഴുകി വെച്ചിട്ടുള്ളതാണ്. മത്തങ്ങയും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തങ്ങ പയർ സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് മത്തങ്ങയും പയറും ഒരുമിച്ച് തന്നെ വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ്, മത്തങ്ങയ്ക്കും പയറിനും എല്ലാം ആവശ്യമായ ഉപ്പ്, വളരെ ചെറിയൊരളവിൽ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത്രയും ചേർത്തിട്ടാണ് ഞാനിപ്പോൾ മത്തങ്ങയും പയറും കുക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ മഞ്ഞൾപ്പൊടിയുടെ കറ പിടിക്കും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാഴക്കൂമ്പ് ചെറുപയർ തോരനായിട്ട് ചെറുപയർ ആദ്യം വേവിക്കാൻ വെക്കുകയാണ്. ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 5 വിസിൽ വന്നാലേ ഈ ചെറുപയർ വേവുള്ളൂ. കുറേ പയറൊന്നുമില്ലല്ലോ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് ചേർക്കാതെ ഒരു 5 വിസിൽ വരുന്നത് വരെ ചെറുപയറും വേവിക്കാൻ വയ്ക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പീച്ചിങ്ങയും അതുപോലെ തന്നെ നമ്മുടെ വാഴക്കൂമ്പും ഒക്കെ മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വാഴക്കൂമ്പ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പീച്ചിങ്ങയും കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അരയ്ക്കാനായിട്ട് മിക്സിയുടെ 2 ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് എരിശ്ശേരിക്ക് അരയ്ക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ തോരന് ഒതുക്കിയെടുക്കാം. എരിശ്ശേരിക്ക് അരയ്ക്കുക എന്ന് പറയുമ്പോൾ അധികം അരയുണ്ട, ഒന്ന് എന്താ പറയുക, ഒതുക്കലിനും അരയ്ക്കലിനും, നന്നായിട്ട് അരയുന്നതിനും ഒതുക്കുന്നതിനും ഇടയിലുള്ള ഒരു പാകത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. തോരനാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വേഗം തീർക്കാനാണ് ഇങ്ങനെ 2 ജാർ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി തോരനുള്ളതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഉള്ളി, അരയ്ക്കാനുള്ളതിലേക്ക് 1 ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ തോരനിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില, അതുപോലെ എരിശ്ശേരിയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, തോരനിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം. ഇനി നമ്മൾ എരിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. തോരന് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇത് രണ്ടും ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങ അരയ്ക്കാനുള്ളത് അരച്ചു കൊടുത്തിട്ടുണ്ട്, തോരനുള്ളത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തോരൻ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ തോരൻ തയ്യാറാക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വാഴക്കൂമ്പൊന്ന് കുക്കാവാൻ ആവശ്യമായ സമയം അത്രയും നമ്മൾ വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് വാഴക്കൂമ്പ് കുക്കായി കിട്ടും. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ പയറിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് വാഴക്കൂമ്പിനും പയറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വാഴക്കൂമ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. വാഴക്കൂമ്പിന് അധികം കുക്കിംഗ് ടൈമില്ല കേട്ടോ. നിങ്ങൾക്ക് കുഴഞ്ഞ് വേവണം എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. പക്ഷെ വാഴക്കൂമ്പ് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടോ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ച് വേവിക്കുകയാണ് നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. ഇതേ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മത്തങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം.
അരപ്പ് ചേർത്തിട്ട് നമ്മൾ അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണല്ലോ മത്തങ്ങ വേവിച്ചത്. അപ്പോൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ വറവിടുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, വറവിടുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പും മത്തങ്ങയും എല്ലാം ചേർന്ന് ഒന്ന് മിക്സായി വരട്ടെ. ഒന്ന് മത്തങ്ങ ഉടച്ചു കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട്. കറി ഒന്ന് കുറുകി കിട്ടാനായിട്ട് ഒരുപാട് ഉടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക. ഈ സമയത്ത് തന്നെ നമ്മുടെ തോരനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തോരനിലേക്കും അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ചെറുപയറും കൂടി ചേർക്കുകയാണ് ഇപ്പോൾ തന്നെ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ അരപ്പ് ചേർത്തിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്താണ്. ഇനി നമുക്ക് മത്തങ്ങ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ തോരനാവുന്ന സമയത്ത് മത്തങ്ങ എരിശ്ശേരി റെഡി ആയിക്കോളും. നമുക്ക് വേറെ പാൻ വെക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇതാ റെഡി ആയി കഴിഞ്ഞു. ചെറുപയർ കുറച്ച് കുഴഞ്ഞതുകൊണ്ട് തോരനൊന്നും കുഴഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് തോരൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ തോരനൊന്ന് പകർത്തി മാറ്റട്ടെ. വറവിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ നമുക്ക് വറവിടാനായിട്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ കടുക് ചേർക്കാം കേട്ടോ, എരിശ്ശേരിക്കായതുകൊണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2-3 വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എത്ര തേങ്ങ ഇഷ്ടമാണോ അതനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കളറൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഇതിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാത്തതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരുവിധം ബ്രൗൺ ആയി കിട്ടണം കേട്ടോ. ഞാൻ ഈ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതുകൊണ്ട് ഇപ്പോൾ ഇത്ര ആയപ്പോൾ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ബ്രൗൺ ആക്കി എടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വറവ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിന് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ വറവ് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ തന്നെ ഇളക്കി മിക്സ് ചെയ്യരുത്, ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇളക്കി മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവോളയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഒരുപാട് മുളക് പൊടി ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ പീച്ചിങ്ങ കുക്കായി വരുമ്പോൾ ചെറിയൊരു അളവിൽ ഉണ്ടാവുള്ളൂ. അതനുസരിച്ച് ചെറിയ അളവിൽ മാത്രം മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയും ചേർത്ത് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനാണ് പീച്ചിങ്ങയേക്കാൾ കുക്കിംഗ് ടൈം കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ചെമ്മീന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെമ്മീനും ഒരുപാട് കുക്കിംഗ് ടൈമില്ല, 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർക്കാം. പീച്ചിങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് നമുക്ക്
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ 3 റെസിപ്പീസും റെഡിയാവും. 2 റെസിപ്പീസ് ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പീച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങയും ചെമ്മീനൊക്കെ കുക്കായി ഇതാ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു പീച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡിയായി. എല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറികളല്ലേ.